കോഴിക്കോട് നിന്നും 500 കിലോമീറ്ററുകൾക്കപ്പുറത്ത് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലേക്ക് ഒരു ദിവസത്തെ ട്രിപ്പ് പോവുകയാണ്. ശനിയാഴ്ച രാത്രി 8:30 കോഴിക്കോട് നിന്നും പുറപ്പെട്ട് തിങ്കളാഴ്ച പുലർച്ചെ 12:30 അഥവാ ഞായറാഴ്ച രാത്രി തിരിച്ചു വരുന്ന രൂപത്തിലാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് നിന്നും എല്ലാ ദിവസവും രാത്രി 8:30 എടുക്കുന്ന ട്രെയിൻ നമ്പർ 12686 മംഗലാപുരത്തു നിന്നും ചെന്നൈ വരെ പോകുന്ന ഈ വണ്ടിയിൽ കോഴിക്കോട് നിന്നും 8:30 കയറി രാത്രി 11:55 12 മണിയോടുകൂടി പോതന്നൂർ ജംഗ്ഷനിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. പോതന്നൂരിൽ നിന്നും കോയമ്പത്തൂരേക്ക് ഊബർ ടാക്സി ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത്. പോതന്നൂർ ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരാനാകുമ്പോൾ തന്നെ ഊബർ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നു. കാരണം വളരെ ചെറിയ ഗ്യാപ്പാണ് അതിനിടയിലുള്ളൂ. അതുകൊണ്ട് ട്രെയിൻ മിസ്സായാൽ നമ്മുടെ എല്ലാ പ്ലാനുകളും തെറ്റും. അങ്ങനെ കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്ന് 12:30 എടുക്കുന്ന ചെമ്മൊഴി എക്സ്പ്രസ്സിൽ കയറി തഞ്ചാവൂരിൽ രാവിലെ 6 മണിയോടുകൂടി ഞങ്ങൾ എത്തിച്ചേരുകയുണ്ടായി. വേറൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, കോയമ്പത്തൂരിൽ നിന്ന് പോതന്നൂർ പോയ വണ്ടിയിൽ ഞങ്ങൾക്ക് സീറ്റ് ലഭിച്ചിരുന്നു. പോതന്നൂരിൽ നിന്ന് തഞ്ചാവൂരിലേക്കുള്ള വണ്ടി ഭയങ്കര റഷായിരുന്നു. ബുക്ക് ചെയ്ത് പോകാൻ കഴിയുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ വേറൊരു കാര്യം, തമിഴ്നാട്ടിൽ സീറ്റിൽ നമ്മളിവിടെ 5 ആളുകൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്ന ട്രെയിനിൻ്റെ സീറ്റിൽ അവിടെ 4 ആളുകളെ ഇരിക്കുള്ളൂ. അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവർ കേൾക്കില്ല. അതുപോലെ തന്നെ സ്ത്രീകളൊക്കെ ഇരിക്കുന്ന സീറ്റിൻ്റെ മുകളിലത്തെ ലഗേജ് വെക്കുന്ന ഭാഗത്തൊക്കെ നമ്മൾ ഇരിക്കാറുണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട്. പക്ഷേ അവിടെ സ്ത്രീകളാണ് ഇരിക്കുന്നതെങ്കിൽ മുകളിൽ കയറി ഇരിക്കാൻ അവർ സമ്മതിക്കില്ല. ഞങ്ങൾ കയറിയ ബോഗിയിൽ ഒരു സീറ്റിൽ 3 ആളുകൾ ഇരിക്കുന്നുണ്ടായിട്ടുള്ളൂ. അവർ ഒരു ചെറിയ കുട്ടിയെ അവിടെ കിടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ സമ്മതിച്ചില്ല. കുട്ടിയുടെ ഉടമ്പ് ശരിയില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ പോലീസിനെ കംപ്ലയിൻറ്റ് ചെയ്യുന്നു പറഞ്ഞു. അവർ കംപ്ലയിൻറ്റ് ചെയ്തു, പ്രശ്നമില്ല എന്ന് പറഞ്ഞ് നമ്മൾ പോലീസിനെ കംപ്ലയിൻറ്റ് ചെയ്തു. ഉടനടി തന്നെ അവർ നമ്മളെ തിരിച്ചു വിളിച്ചു. കോച്ച് പൊസിഷന് പിന്നെ ഏതാണെന്ന് ചോദിച്ചു, എത്രാമത്തെ സീറ്റാണെന്ന് ചോദിച്ചു. നെക്സ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് അഥവാ സേലത്ത് നിന്ന് RPFൻ്റെ അംഗങ്ങൾ വന്ന് ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ലൗഡ് സ്പീക്കർ ഇട്ടിട്ട് അവരും കേൾക്കുന്ന രീതിയിലാണ് പോലീസിനോട് സംസാരിച്ചത്. അങ്ങനെ പോലീസ് പിന്നെയും അവരെ എൻ്റെ കോൺടാക്റ്റൊക്കെ പലർക്കും കൈമാറി. ആദ്യം കൺട്രോൾ റൂമിലേക്കാണ് നമ്മുടെ കോൾ പോവുക. അങ്ങനെ അവർ പോലീസിനൊക്കെ കൈമാറി 2-3 കോൾ വന്ന് ഞാനതൊക്കെ ലൗഡ് സ്പീക്കറിലിട്ട് അവരെ മുന്നിൽ തന്നെ സംസാരിച്ചപ്പോൾ അവർ പിന്നെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. അങ്ങനെ വീണ്ടും എനിക്ക് സേലത്ത് നിന്ന് കോൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അവർ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞു ഞങ്ങളുടെ ഡ്യൂട്ടി പൂർത്തിയാക്കണമെങ്കിൽ നിങ്ങൾ വന്ന് കാണണം, നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചതായിട്ട് കണ്ടിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് ഒരു കൺഫർമേഷൻ തരണം, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് പിന്നെ ഞങ്ങളുടെ ഡ്യൂട്ടി പൂർണ്ണമാവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ അവർ സ്ഥലത്ത് നിന്ന് വന്നു, എൻ്റെ ഫോട്ടോ എടുത്തു, നല്ല ഫീഡ്ബാക്ക് ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്കതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. റെയിൽ വണ്ണിലാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ, റെയിൽ വണ്ണ് പുതിയൊരു ആപ്ലിക്കേഷനാണ്. ഇതിൽ നമുക്ക് റിസർവ്ഡ് ടിക്കറ്റും അൺറിസർവ്ഡ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും ലേറ്റസ്റ്റ് ആപ്ലിക്കേഷനാണ്. അതിൽ തന്നെ റെയിൽ മദത് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ ഓപ്ഷനുണ്ട്. അതിൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, അതുപോലെ തന്നെ മദ്യം കഴിച്ചിട്ട് ആളുകൾ നമ്മുടെ ബോഗിയിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള പരാതികൾ നമുക്ക് റെയിൽവേയെ അറിയിക്കാൻ പറ്റും. ഉടനടി തന്നെ അതിന് പരിഹാരവും ഉണ്ടാകും. അത് നമ്മൾ പൂർണ്ണമായിട്ടും അതിൽ സംതൃപ്തരാകുന്നത് വരെ അവർ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുമെന്നുള്ളതാണ് എനിക്ക് യാത്രയിലുണ്ടായ വലിയൊരു അനുഭവം. തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ നേരെ ലെഫ്റ്റിലേക്ക് വന്നാൽ നമുക്കൊരു ജംഗ്ഷൻ കാണാൻ കഴിയും. അവിടെ തന്നെ ഒരു പള്ളിയുണ്ട്, നല്ല ഭംഗിയുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള പള്ളിയാണ്. നമ്മൾ 6 മണിയോടുകൂടി തഞ്ചാവൂരിലെത്തുന്ന ട്രെയിനിന് വന്നു കഴിഞ്ഞാൽ നേരെ വന്നാൽ ഇവിടുന്ന് നമുക്ക് സുബഹയ്ക്ക് നിസ്കരിച്ച് ഫ്രഷ് ആകാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇനി തഞ്ചാവൂർ ക്ഷേത്രത്തിലേക്ക്, പെരിയ കോവിലേക്ക് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫ്രഷായി നമ്മളിപ്പോൾ തഞ്ചാവൂരിലുള്ള വലിയ ക്ഷേത്രം പെരിയ കോവിൽ എന്ന് പറയുന്ന ബ്രഹ്മേശ്വര ടെമ്പിളിലേക്ക് കാണാൻ വേണ്ടി പോവാണ്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നടന്നു പോകാമെന്ന് വിചാരിക്കുന്നു. പോകുന്ന വഴിയിൽ നമുക്ക് മ്യൂസിയം കാണാൻ പറ്റും. നല്ല ഭംഗിയിലുള്ളൊരു ബിൽഡിങ്ങാണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഇവിടെ എന്തായാലും രാവിലെ 7 മണി കഴിഞ്ഞിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും തുറക്കുക. വിശാലമായ റോഡുകളാണെങ്കിലും തിരക്കൊന്നുമില്ല. പല ഇടവിട്ട് 1-2 വണ്ടികൾ പോകുന്നതല്ലാതെ. പെരിയ കോവിലേക്കുള്ള സൈൻ ബോർഡൊക്കെ ഇവിടെ ഉണ്ട്, ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതതിൻ്റെ ആദ്യത്തെ പ്രവേശന കവാടമാണ് ദൂരത്തുനിന്ന് കാണുന്നത്. കാലത്തെ കോട്ടകളിലൊക്കെ ഉള്ളതുപോലെ നല്ല ശക്തമായ ചുറ്റുമതിലൊക്കെ ഉള്ളതാണ്. 1-ാമത്തെയും 2-ാമത്തെയും പ്രവേശന കവാടങ്ങൾ ഇവിടെ നിന്ന് തന്നെ പുറത്തുനിന്ന് ദൂരത്തുനിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഉദയസൂര്യൻ്റെ ആ ഗോൾഡൻ കളറൊക്കെ അതിലിങ്ങനെ കാണുന്നുണ്ട്. നമ്മളെ പ്രവേശന കവാടം ഇവിടെ നിന്ന് നോക്കിയാൽ അവസാനം വരെയുള്ള പ്രവേശന കവാടങ്ങളൊക്കെ തന്നെ കാണാൻ കഴിയും. ഒരുപാട് ശില്പകലകൾ ഇതിന്മേലുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. വളരെ സൂക്ഷ്മമായിട്ട് നല്ല ഭംഗിയിൽ ചെയ്ത ഒരുപാട് ശില്പകലകളുണ്ട്. 1-ാമത്തെ പ്രവേശന കവാടത്തിന് 5 നിലകളുണ്ട്. 2-ാമത്തെയും 3-ാമത്തെയും പ്രവേശന കവാടങ്ങൾക്ക് 3 നിലകൾ വീതമാണുള്ളത്. ബൃഹദീശ്വര ടെമ്പിൾ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും തമിഴിലൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
നമ്മളിപ്പോൾ ഈ ഒന്നാമത്തെ ഗേറ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ ഗേറ്റിൻ്റെ മുമ്പിലുള്ള ഇത് കഴിഞ്ഞിട്ടാണ് ക്ഷേത്രം വരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ നിഴൽ താഴേക്ക് പതിക്കില്ല എന്ന് പറയുന്നത് ആ രൂപത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ഗേറ്റും കഴിഞ്ഞ് ഇത് മൂന്നാമത്തെ ഗേറ്റാണ്. AD 1003 1010 ഇടയിലാണ് ഇത് പണി കഴിപ്പിച്ചത്. 2010 കൂടി 1000 വർഷം പൂർത്തിയായി. പൂർണ്ണമായും കരിങ്കല്ലിൽ പണി തീർത്തതാണ്. ഈസ്കോയുടെ കീഴിലുള്ള സംരക്ഷിത സ്ഥലമാണ്. മൂന്നാമത്തതും കഴിഞ്ഞിട്ട് നമ്മളിവിടെ എത്തുമ്പോൾ ഇവിടെ ഒരു നന്ദി വിഗ്രഹമുണ്ട്. ഇതൊറ്റക്കല്ലിൽ പണി കഴിപ്പിച്ചതാണെന്ന് പറയുന്നത്. അതേപോലെ ഇതിൻ്റെ ഏറ്റവും മേലെയുള്ള ഈ ഒരു താഴികക്കുടം പോലെയുള്ള അത് ഒരൊറ്റ കല്ലാണ്. 80 ടണ്ണാണ് അതിൻ്റെ ഭാരം. അത് ചോള രാജവംശത്തിൻ്റെ സമയത്ത് പണി കഴിപ്പിച്ചതാണ്. എങ്ങനെയാണ് ആ കല്ല് അവിടെ എത്തിച്ചത് എന്നുള്ളത് ഇന്നും ഒരു അത്ഭുതമാണ്. പണ്ട് നമ്മുടെ ഇന്ത്യയിൽ 500,000 വർഷം മുമ്പ് പണി കഴിപ്പിച്ച സ്മാരകങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഇതുപോലുള്ള ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മുഗള രാജവംശത്തിലായാലും അതുപോലെ ചോള രാജവംശത്തിലായാലും ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട നന്ദി വിഗ്രഹം. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിഗ്രഹമാണിത് എന്നാണ് പറയപ്പെടുന്നത്. ആദ്യത്തേത് ആന്ധ്രയിലുള്ള ഒരു വിഗ്രഹമാണ്. ഇവിടെയുള്ളതിന് 15 അടി ഉയരവും അതുപോലെ തന്നെ 20 അടി നീളവും 25 ടണ്ണിലധികം ഭാരവുമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. തഞ്ചൈ പെരിയ കോവിൽ അഥവാ തഞ്ചാവൂർ ശ്രീ രാജരാജേശ്വര ക്ഷേത്രം 1-ാം രാജരാജ ചോളൻ്റെ കാലത്താണ് പണി കഴിപ്പിച്ചത്. ഈ ഗോപുരത്തിന് 66 മീറ്റർ ഉയരമുണ്ട്. ഇവിടെ നിൽക്കുന്ന ആളുകളുടെ വലിപ്പം കണ്ടാൽ മനസ്സിലാകുന്നത് എത്രത്തോളം ഇതിൻ്റെ താഴത്തെ തറ തന്നെ എത്രത്തോളം ഉയരത്തിലാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് ഉയരത്തിലാണ് ഇതുള്ളത്. 66 മീറ്റർ ഉയരമുള്ള ഈ ഗോപുരത്തിൻ്റെ മുകളിലേക്ക് 80 ടണ്ണിലധികം വരുന്ന ഒറ്റക്കല്ലിൽ തീർത്ത ഈ മകുടം എത്തിക്കാൻ വേണ്ടി ചുറ്റും മലകളൊന്നുമില്ലാത്ത സമതല പ്രദേശമായ ഇവിടെ 4 കിലോമീറ്ററോളം വരുന്ന ഒരു ചെരുവം നിർമ്മിക്കുകയും അതിലൂടെ നിരക്കി നീക്കിയാണ് ഈ കല്ല് ഇതിൻ്റെ മുകളിലെത്തിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സമതല പ്രദേശമായ ചുറ്റും മലകളൊന്നുമില്ലാത്ത ഇവിടെ 1.5 ലക്ഷം ടൺ റെഡ് ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റുമുള്ള വരാന്തയിൽ 400 കൽ തൂണുകളാണുള്ളത്. പ്രധാനമായും ശിവലിംഗമാണ് ഇവിടെയുള്ള വിഗ്രഹം. ഒരുപാട് ഈ വരാന്തകളിലൂടെ എല്ലാം ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. ശ്രീകോവിൽ കണ്ടടുത്ത് തന്നെയുള്ള ശരവണ ഭവനിൽ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. ഒരുപാട് സമയം വെയിറ്റിംഗ് ആണ്. ശരവണ ഭവനല്ല, ശ്രീകൃഷ്ണ ഭവനാണ്. അവിടെ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി. ഇനി ഇതാ പാലസിലേക്കുള്ള റൂട്ട് ഇതാണ്. ഇവിടെ നിന്ന് 1 കിലോമീറ്ററാണ് പാലസിലേക്ക് കാണിക്കുന്നത് ഗൂഗിൾ മാപ്പിൽ. നമ്മൾ നടന്നു പോകാമെന്നാണ് വിചാരിക്കുന്നത്. പഴയ കാലത്തെ ബിൽഡിങ്ങുകളൊക്കെ ഇപ്പോഴും ഉണ്ട് ഇവിടെ. തഞ്ചാവൂർ വന്നപ്പം ചായക്കടകളിലൊക്കെ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് വെക്കാൻ ഇതേപോലെ ഒരു സ്റ്റൂള് പോലത്തെ ഒരു സംഭവമുണ്ട്. അതിലിങ്ങനെ ഹോൾസ് ഉണ്ട്. അതിലേക്ക് ചായ കുടിച്ചിട്ട് ഗ്ലാസ് വെക്കുകയാണ് ചെയ്യുക ആൾക്കാർ. തഞ്ചാവൂർ പെരിയ കോവിൽ വലിയ ക്ഷേത്രം കണ്ട് നേരെ തഞ്ചാവൂർ പാലസിലേക്ക് വന്നേക്കാണ്. ഇവിടെ തന്നെയാണ് തഞ്ചാവൂർ പാലസും സരസ്വതി മഹൽ ലൈബ്രറി ഉള്ളത്. നടന്നിട്ടാണ് വന്നത്. നമ്മളിങ്ങനെ സൈഡിലുള്ള കടകളൊക്കെ കണ്ടു. അവിടെ നിന്ന് ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് മെല്ലെ ഇങ്ങനെ നടന്നു വന്നതാണ്. 1 കിലോമീറ്ററാണ് ഏകദേശം ഉള്ളത്. ഇവിടെ വഴിയരികിൽ നിറയെ പുല്ലുള്ളൊരു സ്ഥലത്ത് പശുവിനെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇതാണ് പാലസിൻ്റെ എൻട്രി. 1674 മുതൽ 1855 വരെ ഭരണം നടത്തിയ മറാത്തക്കാരുടെ പാലസാണിത്. തഞ്ചാവൂർ മറാത്ത പാലസ് കോംപ്ലക്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ കോംപ്ലക്സിനകത്താണ് ചന്ദ്രമൗലീശ്വർ ടെമ്പിൾ, അതുപോലെ തന്നെ ബെൽ ടവർ, സരസ്വതി മഹൽ ലൈബ്രറി ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത്. രാജ്ഞിയുടെ കോർട്ട്യാർഡും അതുപോലെ തന്നെ ദർബാർ ഹാളും ഒക്കെ ചേർന്നതാണ് പാലസ് കോംപ്ലക്സ്. ചോള കാലഘട്ടത്തിലെ ചെമ്പിൻ്റെയും പിത്തളയുടെയും ഒക്കെ ഒരുപാട് കളക്ഷനുകളുണ്ട് ഇവിടെ. കയറി വരുമ്പോൾ തന്നെ ഒറ്റ നോട്ടത്തിൽ ഇതങ്ങനെ നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നതൊന്നും അല്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെയൊക്കെ ഇതിൻ്റെ മിനുക്ക് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ ഇതിൻ്റെ മതിലൊക്കെ കാണുന്നുണ്ട് ഇഷ്ടികയൊക്കെ വെച്ചിട്ട്. തഞ്ചാവൂരിൽ കാണാനുള്ള സ്ഥലങ്ങളൊരു ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ സരസ്വതി മഹൽ ലൈബ്രറി കാണുന്നുണ്ട്. പാലസിൻ്റെ ദർബാർ ഹാളിലേക്കുള്ള വഴിയാണ്. അങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ കുറച്ച് പെയിൻറ്റിങ്ങുകളൊക്കെ ഉണ്ട്. ഇതിനുള്ളിൽ കയറിയാൽ 2 സെപ്പറേറ്റ് മ്യൂസിയങ്ങളുണ്ട്. അതിൽ ഓരോന്നിനും 5 രൂപയാണ് ചാർജ്.
ഇവിടെ കണ്ടു മടങ്ങുന്നവരൊക്കെ ഇവിടെ ഒന്നുമില്ല കാണാനെന്നാണ് പറഞ്ഞത്. പിന്നെ 5 രൂപ ടിക്കറ്റ് ഉള്ളതുകൊണ്ട് 5 രൂപയല്ലേ ഉള്ളൂ, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഏതായാലും വന്നതല്ലേ കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറാണ്. ഇവിടെയൊക്കെ റിനോവേഷൻ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങനെ കയറി വരുമ്പം ഒരു ഗണപതി വിഗ്രഹം, പണ്ടത്തെ വാള്, പടച്ചട്ട, ഇരുമ്പിൻ്റെ പിടിയും ഇരുമ്പിൻ്റെ വാളൊക്കെയാണ്. മൂർച്ചുണ്ട്. ഇതെന്താണ് മറ്റേ നൂൽപുട്ടി ചുടുന്ന മെഷീനാ? ആണ്, നൂൽപുട്ടി ചുടുന്ന മെഷീനാണ്. പാത്രങ്ങൾ, ഇതൊക്കെ പണ്ടത്തെ ഓരോരോ പാത്രങ്ങൾ. മരത്തിൽ ചെയ്തിട്ടുള്ളൊരു പെയിൻറ്റിങ് ഇവിടെയുണ്ട്. വാളും പടച്ചട്ടയും, ഇത് അരയിൽ വെക്കുന്ന കത്തി, ഇത് പീരങ്കിൻ്റെ ഉണ്ടിയാണ്, ഷോർട്ട് പുട്ടിൻ്റെ ബോളല്ല. ഇവിടെയൊക്കെ പെയിൻറ്റിങ്ങുകളുണ്ട്. ഇതൊക്കെ സംഭവം വിലപിടിപ്പുള്ള, അന്നത്തെ കാലത്തതാണെങ്കിൽ നല്ല വിലപിടിപ്പുള്ളതായിരിക്കും, പക്ഷേ ഇതൊന്നും നല്ല രീതിയിലല്ല സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ പണ്ടത്തെ തോക്കിൻ്റെ അറ്റത്ത് കുന്തം വരുന്ന ടൈപ്പ് തോക്കുകളാണ്. ഇത് കുന്തം. ഇതൊക്കെ ഇവിടെ നമുക്ക് തൊട്ട് നോക്കി ആ രൂപത്തിലാണ് വെച്ചിട്ടുള്ളത്. സാധാരണ ഇങ്ങനെ പുരാതന വസ്തുക്കളൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഉണ്ടാവാറുള്ളത്. ഇവിടെ ഏതായാലും നമുക്ക് അടുത്ത് വന്ന് തൊട്ട് പരിചയപ്പെടാം. തോക്കൊക്കെ ഒട്ടും അറിയില്ല. നല്ല വെയിറ്റ് ഉണ്ട് സാധനം. ഇവിടെയും ഇവരെ ആയുധങ്ങളാണ്. വാളിൻ്റെ ഒറ, പലതരത്തിലുള്ള വാളുകൾ. ഛത്രപതി ശിവജിരാജയുടേതാണ് ഇത്. ഇവിടെ അത്തരത്തിലുള്ള, ഇത് സ്ഥാനവടിയാണ്, രാജാക്കന്മാർക്കുണ്ടാകുന്ന സ്ഥാനവടി. വേറെന്താ ഇവിടെ കാണാനുള്ളത്? ഇവിടെ ഇതാ അവരുപയോഗിച്ച ചെറിയ ചെറിയ പാത്രങ്ങളും ശില്പങ്ങൾ, ശംഖിൽ ഉണ്ടാക്കിയെടുത്ത ശില്പങ്ങൾ. ഇവിടെ ഇതാ ഒരുപാട് ആയുധങ്ങളുണ്ട്. ചെറിയ ചെറിയ കത്തി, മഴു, ഇച്ചാത്തി, കത്രിക, ചവണ. മറാഠകളുടെ രാജവസ്ത്രമൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇതാണിത്. അതുപോലെ തന്നെ രാജാവിൻ്റെയും രാജ്ഞിയുടെയും ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും വർക്കുകളുള്ള ഡ്രസ്സുകൾ. പക്ഷേ ഇതൊക്കെ ഇവിടുന്ന് ഗ്ലാസ്സൊക്കെ പൊട്ടി, ഇവിടെ ഡ്രസ്സുകളൊന്നുമില്ല. ഇതെങ്ങനെ നഷ്ടപ്പെട്ടതാണ് അറിയില്ല. ഇതൊക്കെ വെങ്കലത്തിൽ തീർത്ത ദേവിയുടെയും ദേവൻ്റെയൊക്കെ വിഗ്രഹങ്ങൾ. അതുപോലെ എഴുത്തോലകൾ, പണ്ടത്തെ എഴുത്തോലകളുണ്ട്. ഇത് ഛത്രപതി ശിവജിൻ്റെ കോയിനുകളാണ്, പലതരത്തിലുള്ള കോയിനുകൾ. ഇതിൽ നോട്ടുകളാണ്. അത് നമുക്ക് കാണാൻ പോലും പറ്റാത്തൊരു വിധത്തിൽ ഇത് വളരെ അശ്രദ്ധമായിട്ട് ഇങ്ങനെയാണിത് കിടക്കുന്നത്. ഇവിടെ എന്താ ശ്രീലങ്ക എന്നൊക്കെ ഉണ്ട്. ഇത്രത്തോളം അശ്രദ്ധമായിട്ട് ഇതിനൊരു വിലയും കൊടുക്കാത്ത രീതിയിലാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവരുടെ തൊപ്പികൾ, രാജകിരീടങ്ങളൊക്കെ ആയിരിക്കും സൈനികന്മാരെന്ന് മറ്റും. ഇത്രത്തോളം കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇത് നമ്മുടെ അമ്പും വില്ലും. അത് പ്രസ് ചെയ്തിട്ട് പിന്നെ ഇവിടുന്ന് ഇത് വലിച്ചിട്ട് അങ്ങോട്ടേക്ക് വെക്കും. എന്നിട്ട് പിന്നെ നമ്മളിവിടെ പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് പോകും. പിന്നെ ഇതാണ് ദർബാർ ഹാള്. ദർബാർ ഹാൾ ഇപ്പം മെയിൻ്റനൻസ് നടക്കുകയാണ്, അതുകൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റില്ല. ഇവിടെ നിന്ന് നോക്കിക്കോന്ന് പറഞ്ഞതാണ്. അവിടെയൊക്കെ വലിയ വലിയ പീരങ്കിൻ്റെ ഉണ്ടകളുണ്ട്. ഇവിടെ ഒരു നന്ദി വിഗ്രഹമുണ്ട്. നമ്മൾ രണ്ടാമത്തെ മ്യൂസിയത്തിൽ കയറിയിട്ടുണ്ട്. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഇതാ ആദ്യകാലത്ത് അറിയിപ്പുകളൊക്കെ കൊട്ടാരത്തിൽ നിന്ന് അറിയിച്ചിരുന്ന പെരുമ്പറ, അതുപോലെ തന്നെ കല്ലിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ളൊരു പാത്രമുണ്ട്. ഇവിടെ ഒരു പെരുമ്പറ ഉണ്ട്. ഇതൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്, നല്ല കട്ടിയുള്ള തൊലിയാണ്. ഇത് നന്നങ്ങാടി, നമ്മളൊക്കെ നന്നങ്ങാടി എന്നൊക്കെ പഠിച്ചിരുന്ന സാധനങ്ങളാണ്. അതുപോലെ ഈ പാലസിൻ്റെ ആദ്യകാലത്തുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് 1576 ചിത്രമാണ്.
തഞ്ചാവൂർ പാലസിൻ്റെ കോടതി സമുച്ചയമാണിത്. ഇത് ആനക്കൊമ്പിൻ്റെ എഴുത്താണി. ഭാഷ ഉറുദുവിലാണല്ലോ അല്ലേ? അത് മറാഠ ഭാഷയായിരിക്കും. ഹദറത്ത് ഇമാമെ മുഹമ്മദ്. ഇത് ഷിയാക്കളതായിരിക്കും. ഇതിനെന്താ ഇമാം ജാഫർ സ്വാദിഖിൻ്റെ പേരുണ്ട്. അതുപോലെ തന്നെ ഇമാം മുഹമ്മദ്, ഒരുപാട് ഇമാമാരുടെ പേരുണ്ട്. ഇമാം അലി ഹസ്രത്ത്. ഇത് സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന അടക്ക പൊളിക്കാനും അതുപോലെ തന്നെ അവരുടെ സ്വന്തം സുരക്ഷയ്ക്കും വേണ്ടി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളാണ്. ബുഡിലിയോ? ബുദിലി ബുദിലി എന്താണാവോ? ചൈനീസ് ലേക്കർ ബോക്സ്, ജുവൽ ബോക്സസ്, അവരുടെ ആഭരണങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന പാത്രം. ഇതൊക്കെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച പ്രത്യേകതരം ശില്പങ്ങളും കളിപ്പാട്ടങ്ങളൊക്കെയാണ്. നമ്മൾ ആലപ്പുഴയിലെ ആർക്കെ മ്യൂസിയത്തിൽ പോയപ്പോൾ ഇതേപോലുള്ള ഒരുപാട് ശില്പങ്ങൾ കണ്ടിരുന്നു. അതുപോലെയൊക്കെയുള്ള ശില്പങ്ങളാണ് വ്യത്യസ്തമായ കല്ലുകളിലും ആനക്കൊമ്പുകളിലും അതുപോലെയുള്ള മെറ്റലുകളിലൊക്കെ പണികഴിപ്പിച്ച. ഇതൊക്കെ മാർബിളിൻ്റെ വർക്കുകളാണ്. വാളും സ്ഥാനവടികളും അല്ലേ. വിശറി, വിളക്കുകൾ, മുതിരാണി, എന്താ ആറന്മുളക്കണ്ണാടിയ, പൂജ ആർട്ടിക്കിൾസ്, ഋഷഭദീപം, നാഗദീപം. ഇതൊക്കെ വ്യത്യസ്തമായ നാഗദീപം, ഇതുപോലെ നാഗങ്ങളുടെ ഡിസൈനൊക്കെ ഉള്ളതാണ്. ഇത് എലഫൻസ് ബെല്ലാണ്. ആനയുടെ കഴുത്തിൽ തൂക്കുന്നതായിരിക്കും അല്ലേ. ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയ ഉപകരണം അല്ലേ. ഇതല്ലാത്തതും ഉണ്ട് ഇതിൽ. കോക്കനട്ട് ഷെൽ കാർവിംഗ്, ഇതൊക്കെ ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയത്. ലെതർ പെർഫ്യൂം ബോട്ടിൽ. ഒരു പക്ഷേ അന്ന് ഇതൊക്കെ ഇവിടെയൊക്കെ ഉണ്ട് പാത്രങ്ങൾ. നമ്മുടെ നാട്ടിൽ ബിരിയാണി ചെയ്യും. പണ്ടത്തെ ബിരിയാണി സംഭവിക്കും. വലിയ പറയുടെയൊക്കെ വലിയ പാത്രങ്ങൾ ഭക്ഷണം ശേഖരിച്ച് വെക്കാനോ ധാന്യങ്ങൾ ശേഖരിച്ച് വെക്കാനൊക്കെ ആയിരുന്നിരിക്കും. എന്താണ് മേക്കപ്പ് ബോക്സാ? ഇവിടെ ഇങ്ങനെ വലിയൊരു ഇടനാഴിയാണ്. ഇവിടെ ഉരലും ഒലക്കയൊക്കെ ഉണ്ട്. പണ്ടത്തെ കാലത്ത് നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഉമ്മമാർ അരിയടിച്ചിരുന്ന. അതുപോലെ ഇവിടെ വലിയ പീപ്പികൾ. ഇതൊക്കെ ഒരാൾക്ക് തന്നെ പിടിക്കാൻ കഴിയാറില്ല, അത്രയും വലുതാണല്ലോ. വലിയ കനമൊന്നുമില്ല. ഇതൊക്കെ ഉണ്ട്. ഇനി പാലസിൻ്റെ ഭാഗങ്ങൾ പക്ഷേ ഇവിടെയൊക്കെ പൂട്ടിയിട്ടൊക്കെയാണ്. ഇതെന്താണ്? പത്തിരിക്കല്ലോ. ഇവിടെ അമ്മിക്കല്ല്. ഇവിടെ പലതരത്തിലുള്ള കല്ലുകളും. ഇത് ധാന്യങ്ങൾ പൊടിക്കുന്ന അല്ലേ. ഇതിങ്ങനെ തിരിക്കുന്ന സമയത്ത് ഇവിടെ വേറെ തരത്തിലുള്ള അമ്മയുണ്ട്. ഇവിടെ പാത്രങ്ങൾ, നമ്മൾ നേരത്തെ കണ്ട പോലെയുള്ള ശില്പങ്ങൾ ഒരുപാട്. ഇത് ഡേഞ്ചറായ ആയുധമാണ്. ഇത് നമ്മളെ കയ്യിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആയുധങ്ങളാണ്. എലഫൻറ്റ് ആങ്ക്വിഷ്. ഇത് ആനത്തോട്ടിയാണ്. കടാരയുടെ ഉറണ്ട്, പലതരത്തിലുള്ള ചെറിയ കുന്തങ്ങൾ. ഇത് പൊടിക്കുന്നതാണ്.
ഇത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന കോളാമ്പി വയ്ക്കാൻ തോന്നുന്നു. ഇതൊക്കെ കല്ലാണോ ഇരുമ്പാണോ? നല്ല വെയിറ്റ് ഉണ്ട്, ഇരുമ്പാണ്. ഇത് ജ്യൂസ് മെഷീനാണ്. ഒരലും ഒലയ്ക്കും. ഇത് കല്ലിൻ്റെത്, അമ്മയും അമ്മിക്കുട്ടിയും. ശംഖുകൾ, പലതരത്തിലുള്ള ശംഖുകൾ. ഇത് തഞ്ചാവൂർ പെയിൻറ്റിങ് ഭയങ്കര പ്രശസ്തമായതാണ്. പക്ഷേ ഇത് തഞ്ചാവൂർ വന്നിട്ട് ഒരുപാടൊന്നും നമുക്കിവിടെ കാണുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ നമ്മൾ ആലപ്പുഴയിൽ RRK മ്യൂസിയം സന്ദർശിച്ച സമയത്ത് അവിടെ ഒരുപാട് ഒറിജിനൽ തഞ്ചാവൂർ പെയിൻറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു. ഇത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇത് ചാമരം, രാജാവിന് വീശി കൊടുക്കുന്ന, കാറ്റ് കിട്ടാൻ വേണ്ടി വിശറി രൂപത്തിൽ വീശി കൊടുത്തിരുന്ന സാധനങ്ങളാണ്. ഇത് രാജാവിൻ്റെ തല മറച്ചിരുന്ന കിരീടങ്ങളും അതിൻ്റെ തലപ്പാവുകളും ഒക്കെയാണ്. അതുപോലെ ഇവിടെ രാജാവിൻ്റെ ചെരുപ്പുണ്ട്. തൂക്കാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, അതിൻ്റെ കട്ടകൾ, ത്രാസ് ഒക്കെയാണ് ഇവിടെ ഉള്ള ത്രാസ്. ഇവിടെ ക്ലോക്ക് ഉണ്ട്. സ്വർണ്ണപ്പീടികൾ അതായിരിക്കും അല്ലേ? പണ്ടത്തെ ലോക്കുകൾ. ഇത് ജീവിയുടെ രൂപത്തിലൊക്കെയുള്ള ലോക്ക്. ഇത്രയും സാധനങ്ങളാണ് കാണാനുള്ളത്. ഇവിടെയൊക്കെ സന്ദർശകർ വളരെ കുറവാണ്. ഇവിടെയാണ് ഇപ്പം വന്ന് ഇവിടെ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ചെങ്കിലും നല്ല രൂപത്തിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു സ്ഥലം. കുറച്ചൊരു അടുപ്പും ചുറ്റിയിലും വൃത്തിയിലും കിടക്കുന്നത്. ബാക്കിയൊക്കെ മെയിൻ്റെനൻസ് നടക്കുകയാണ്. ഉഷാറാവുമെന്നാണ് പറയുന്നത്. നമ്മൾ മ്യൂസിയം കണ്ടിങ്ങനെ ഇറങ്ങുമ്പോൾ ഇവിടെ നമുക്കൊരു സുവനീർ ഷോപ്പുണ്ട്. ഇവിടെ ഇതാ ഒരുപാട് ശില്പങ്ങൾ, പിന്നെ ഒരുപാട് തരത്തിലുള്ള ഗോൾഡൻ കളറിലുള്ള ചെറിയ ചെറിയ വസ്തുക്കൾ, അതൊക്കെ ഉണ്ട്. നമുക്ക് ഒരു ഓർമ്മക്കായിട്ട് വേണമെങ്കിൽ വാങ്ങി സൂക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണുള്ളത്. തഞ്ചാവൂർ ശില്പങ്ങൾ. തഞ്ചാവൂർ ബൊമ്മയാണത്. തഞ്ചാവൂർ പാവ ഭയങ്കര പ്രശസ്തമായതാണ്. നമ്മൾ സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഇന്നവിടെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതുപോലെ ഒരുപാട് വസ്തുക്കളുണ്ട്. ദർബാർ ഹാളിൻ്റെ അങ്ങോട്ട് പോയി മ്യൂസിയമൊക്കെ കണ്ടുവന്നു. ഇനി നമ്മൾ സരസ്വതി മഹൽ ലൈബ്രറിയാണ്. ഇവിടെയൊക്കെ നല്ല രൂപത്തിലുള്ള ചിത്രകലകൾ, പെയിൻറ്റിങ്ങുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് നടന്നു, ക്ഷീണിച്ചു. ഇനി ഇവിടെ കുറച്ച് നേരം നമുക്ക് വിശ്രമിക്കാം. അപ്പോൾ നമ്മൾ ദർബാർ ഹാളിൽ നിന്ന് ഇറങ്ങി കുറച്ച് നേരം അവിടെ ഇങ്ങനെ റെസ്റ്റ് എടുത്തു. നമ്മൾ മ്യൂസിയം കാണാൻ വേണ്ടി പോകണം. മ്യൂസിയത്തിൽ ഫോട്ടോഗ്രാഫി പാടില്ല നീതിച്ചിട്ട്. ഇതാണ് നമ്മളെ പല്ലക്ക്. പണ്ട് കാലത്ത് രാജാക്കന്മാരെയൊക്കെ ചുമന്നുകൊണ്ട് പോയിരുന്ന സാധനം. ഇതാണ് ഇപ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫി നിരോധിതമായിട്ട് കണ്ടിട്ടുള്ളത്. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. അത് നമ്മൾ കൂടുതലായിട്ട് എടുക്കുന്നില്ല. ഇവിടെ ഒരുപാട് കാണാനുള്ള സാധനങ്ങളുണ്ട്. ഇവിടെ കാണാനുള്ള സ്ഥലത്ത് ടിക്കറ്റൊന്നുമില്ല. അവിടെ വലിയ രൂപത്തിലൊന്നും കാണാനില്ലാത്തടത്ത് ടിക്കറ്റും ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കഥകൾ. നമ്മൾ പാലസിലുള്ള മ്യൂസിയം കഴിഞ്ഞിട്ട് അടുത്തത് ആർട്ട് ഗാലറിക്കാണ് പോണത്. മനോഹരമായ ഒരു കവാടം കടന്നിട്ടാണ് നമുക്ക് ഉള്ളിലേക്ക് പോകേണ്ടത്. നമ്മൾ വന്ന സമയത്ത് ഇവിടെ ആകെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് പേര്. നമ്മൾ ആർട്ട് ഗാലറിയിൽ പോയി അവിടെ പോകണമെങ്കിൽ നമ്മൾ എൻട്രൻസിൻ്റെ 50 റുപ്യേൻ്റെ ടിക്കറ്റ് എടുത്ത് കാണിച്ചു കൊടുക്കണം. നമ്മളിവിടെ വരുമ്പം അങ്ങനത്തെ ഒരു ടിക്കറ്റ് ഉണ്ടായിട്ടില്ല. ഇവിടെ ടിക്കറ്റ് എടുക്കുന്നിടത്തൊന്നും ആരുമില്ല. അതുകൊണ്ട് നമ്മളത് എടുത്തിട്ടില്ല. അതേപോലെ ഇവിടെ ഒരു ഓഡിയോ വിഷ്വൽ ലൈബ്രറി എന്ന് പറഞ്ഞിട്ടൊരു തഞ്ചാവൂരിൻ്റെ ഡോക്യുമെൻ്ററി കാണിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ നമുക്ക് ആ ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം. പിന്നെ ഇവിടെയുള്ള ബെൽ ടവറാണ്, അത് അടച്ചിട്ടൊക്കെയാണ്. സംഗീത മഹൽ അതും അടച്ചിട്ടിട്ടുണ്ട്. ഹാൻഡിക്രാഫ്റ്റ് സെയിൽസ് അത് ഓപ്പണാണ്. ഓക്കെ. വളരെയധികം ക്ഷീണിച്ച് എല്ലായിടത്തേക്കും നടന്നു പോയതുകൊണ്ട് ഒരു 5-6 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. കരിമ്പ് 10 രൂപയുള്ളെന്ന് പറഞ്ഞപ്പോൾ കുടിച്ചു നോക്കിയതാണ്. പക്ഷേ ഒരു കയ്പ്പ് രസമാണ്. ഇനി തഞ്ചാവൂരിൽ പ്രശസ്തമായ വീണ നിർമ്മിക്കുന്നതും തഞ്ചാവൂർ പാവ് നിർമ്മിക്കുന്നതും കാണാൻ പോകാൻ ഞങ്ങൾ ക്ഷീണിച്ചിട്ടാണുള്ളത്. അപ്പോൾ ഉച്ചയ്ക്ക് തന്നെ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. കാരണം നമുക്ക് ട്രെയിനും ആ തരത്തിലേ ഉള്ളൂ. നമ്മൾ 4:20 കയറാൻ വിചാരിച്ചത് ജനശതാബ്ദിയാണ്. അതിന് നമുക്ക് ടിക്കറ്റ് പിന്നെ ഇല്ല. അതുകൊണ്ട് അതിൻ്റെ മുമ്പ് 1:30 ഒരു ട്രെയിനുണ്ട്. അത് തഞ്ചാവൂരിൽ നിന്ന് തിരുച്ചിറപ്പള്ളിയിലേക്കാണ്. അവിടെ പോയിട്ട് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് നമ്മൾ ഈറോഡിലേക്ക് പോകും. ഈറോഡിൽ നിന്ന് നമ്മൾ വെസ്റ്റ് കോസ്റ്റിനാണ് കോഴിക്കോടേക്ക് പോകുന്നത്. ലസ്സിക്ക് 30 രൂപ മാത്രമേ ഉള്ളൂ. നല്ല ഫ്രഷ് ലസ്സിയാണ്, നല്ല കട്ടിയുള്ള ലസ്സി.
കറക്റ്റ് ഒരു പീസ് അല്ലേ 220 റുപ്യ. അതിനൊരു ടേസ്റ്റ് ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മൾ സത്താർ റെസ്റ്റോറൻറ്റിൽ നിന്ന് 44 വർഷത്തെ പാരമ്പര്യമുള്ള അവിടെ നിന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോരാണ്. തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിലാണ് 1:38 ഒരു ട്രെയിൻ ഉണ്ട്, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ നിന്ന് 220 രൂപയായിരുന്നു ആ ബിരിയാണിക്ക്. പക്ഷേ നമുക്ക് നാട്ടിൽ നിന്ന് നല്ല ബിരിയാണിയൊക്കെ ഇതിലേറെ ചെറിയ പൈസക്ക് തിന്ന് ശീലമായതുകൊണ്ട് ഇത് 220 രൂപക്കുള്ള അത്ര ടേസ്റ്റും ക്വാണ്ടിറ്റിയൊന്നും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ജനറൽ ട്രെയിനിൽ തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ 1:38 തഞ്ചാവൂരിൽ നിന്ന് എടുക്കുന്ന തിരുച്ചിറപ്പള്ളിയിലേക്കുള്ള ട്രെയിനിൽ കയറുക. ഗുദലൂർ കഴിഞ്ഞ് തിരുച്ചിറപ്പള്ളി എന്തായാലും 3 മണിയാകുമ്പോൾ നിൽക്കും. ട്രെയിൻ നേരം വൈകുകയാണെങ്കിലും 3 മണിയാകുമ്പോൾ അവിടെ എത്തും. പിന്നെ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് 3:15 എടുക്കുന്ന കച്ചകുട സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിൽ കയറിയാൽ 6 മണിയോടുകൂടി നമുക്ക് ഈറോഡിലെത്താം. മധുരയിൽ നിന്ന് കച്ചകുട വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് കച്ചകുട ഞായറാഴ്ച മാത്രമുള്ള ട്രെയിനാണ്. അത് ഞായറാഴ്ച അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ നിങ്ങൾ വേറെ മാർഗ്ഗങ്ങൾ കാണേണ്ടി വരും, ബുക്ക് ചെയ്ത് വരേണ്ടി വരും. 6 മണിക്ക് എത്തിയാൽ പിന്നെ 2 മണിക്കൂറോളം ഈറോഡ് സ്റ്റേഷനിലുണ്ട്. നമുക്ക് നിസ്കരിക്കാം, ഫ്രഷ് ആവാം, ഭക്ഷണം കഴിക്കാം. 7:45 വെസ്റ്റ് കോസ്റ്റ് അവിടെ നിന്നുണ്ട്. വെസ്റ്റ് കോസ്റ്റിൽ 7:45 8 മണിയോടുകൂടി ഈറോഡിൽ നിന്ന് കയറിയാൽ 12:45 തിരൂരെത്തും. 1:15 കോഴിക്കോട്. IRCTCൻ്റെ റെസ്റ്റോറൻറ്റിലാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. അതുപോലെ തന്നെ വിലയൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. 3 ഇഡ്ഡലിയും വടയും സാമ്പാറും ചട്നിയും 50 രൂപ. പൊറോട്ടക്ക് 5 രൂപയാണ്. പൊറോട്ടയും വെജ് കുറുമയും കൂടി 60 രൂപ. 2 പൊറോട്ടയും ഒരു വെജ് കുറുമയും. ഈറോഡ് ജംഗ്ഷനിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ യാത്രയിലൊക്കെ തരം കിട്ടിയാൽ പറ്റിക്കാൻ വേണ്ടി നടക്കണമല്ലുണ്ട്. IRCTCൻ്റെ പോലും ഇയാൾ പറ്റിക്കാൻ നോക്കി. ഇതിന് രണ്ടിനും കൂടി ഞങ്ങൾ 100 രൂപ കൊടുത്തു. ഒരു കോഫി വാങ്ങിയിരുന്നു. ആ കോഫി വായിൽ വെക്കാൻ കൊള്ളാത്തത്ര കോഫിയായിരുന്നു. അപ്പോൾ 120 എന്ന് പറഞ്ഞു. ചോദിച്ചപ്പോൾ അത് ഫിൽറ്റർ കോഫിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാളോട് വർത്താനം പറഞ്ഞു. ഇവിടെ 10 ഇട്ടത്, കംപ്ലയിൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ 110 കൊടുന്ന് പറഞ്ഞു. അങ്ങനെ പല തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ ഉദയ് എക്സ്പ്രസ് ഡബിൾ ഡെക്കർ. IRCTCൻ്റെ ഒക്കെ എത്രയാണോ അവർ വില പ്രദർശിപ്പിച്ചിട്ടുള്ളത് അത് കൊടുത്താൽ മതി. അതുതന്നെ നമ്മൾ ആദ്യം ചോദിച്ച് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഓർഡർ ചെയ്താൽ മതി. ബാംഗ്ലൂർ, ചെന്നൈ, കോയമ്പത്തൂർ. അതിൻ്റെ താഴെയുള്ള സീറ്റ് വളരെ താഴെയാണ് അല്ലേ? വണ്ടിയിലേ ഡബിളാക്കി ഓള് താഴെ